ഇന്ത്യയിൽ പ്രേതകഥകൾ ഒരുപാടുണ്ട്. പക്ഷേ ചില സംഭവങ്ങൾ കഥകളല്ല. അവ സർക്കാർ രേഖകളിലുണ്ട്, പോലീസ് ഡയറിയിലുണ്ട്, കോടതി ഫയലുകളിൽ വരെ പരാമർശിച്ചിട്ടുണ്ട്. ഇന്ന് ഇന്ത്യ അൺടോൾഡിൽ നാം സംസാരിക്കുന്നത് അത്തരമൊരു സ്ഥലത്തെക്കുറിച്ചാണ്. ഒരു കാട്, ഒരു സ്കൂള്, പിന്നെ തലയില്ലാതെ നടക്കുന്ന കുട്ടികൾ. ഇത് ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന രേഖപ്പെടുത്തിയ പാരാനോർമൽ കേസ് എന്നാണ് പല അന്വേഷണ ഉദ്യോഗസ്ഥരും പറയുന്നത്. ഈ കഥ നടക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. സ്ഥലം ഡൗഹിൽ, കുർസിയോങ്. കുർസിയോങ് ഡാർജിലിംഗിലെ സമീപമുള്ള ഒരു ശാന്തമായ മലനഗരം. മഞ്ഞും മൂടൽമഞ്ഞും എപ്പോഴും ചുറ്റിപ്പറ്റുന്ന പ്രദേശം. ഇവിടെ തന്നെയാണ് ഡൗഹിൽ എന്ന കുന്ന്. അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു സർക്കാർ വിദ്യാലയം, വിക്ടോറിയ ബോയ്സ് സ്കൂൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് സ്ഥാപിച്ച 100-ലധികം വർഷം പഴക്കമുള്ള സ്കൂൾ. വേനൽക്കാലത്ത് കുട്ടികൾ നിറഞ്ഞ് ഈ സ്കൂൾ മഴക്കാലം ആരംഭിച്ചാൽ പൂർണ്ണമായി അടച്ചിടും. അപ്പോൾ ഡൗഹിൽ ശൂന്യമാകും. പക്ഷേ ശാന്തമാകില്ല. 1990കളുടെ തുടക്കത്തിൽ തന്നെ ഡൗഹിലിൽ നിന്നുള്ള വിചിത്രമായ പരാതികൾ പോലീസ് സ്റ്റേഷനിൽ എത്തി തുടങ്ങി. രാത്രി സമയങ്ങളിൽ കാട്ടിലൂടെ നടക്കുമ്പോൾ ആരോ പിന്തുടരുന്ന കാൽപ്പാടുകളുടെ ശബ്ദം. പിന്നിൽ തിരിഞ്ഞാൽ ആരുമില്ല. ചിലർ പറഞ്ഞു, ഒരു കുട്ടി തല കയ്യിൽ പിടിച്ച് നടന്നുപോയി. ഇത് തമാശയെന്ന് കരുതി പോലീസ് ആദ്യം അവഗണിച്ചു. 1920-ൽ വിക്ടോറിയ ബോയ്സ് സ്കൂളിൽ പഠിച്ചിരുന്ന 3 കുട്ടികൾ ഒരാഴ്ചയിൽ കാണാതായി. അവസാനം കണ്ടത് ഡൗഹിൽ കാടിന് സമീപമായിരുന്നു. വലിയ തെരച്ചിൽ നടന്നു. പോലീസ്, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ, ഗ്രാമവാസികൾ. 3 ദിവസത്തിന് ശേഷം കാടിനുള്ളിൽ നിന്ന് അവരുടെ ശരീരങ്ങൾ കണ്ടെത്തി. എല്ലാവർക്കും ഒരേ പരിക്ക്, തല ശരീരത്തിൽ നിന്ന് വേർപെട്ട നിലയിൽ. മൃഗാക്രമണത്തിന്റെ ലക്ഷണങ്ങളില്ല. കത്തി ഉപയോഗിച്ചതുപോലുള്ള വൃത്തിയുള്ള മുറിവുകൾ. ഈ കേസ് ബ്രിട്ടീഷ് സർക്കാർ രേഖകളിൽ ഇന്നുമുണ്ട്. ഫയലിന്റെ അവസാന വാചകം, കോസ് ഓഫ് ഡെത്ത് അൺഎക്സ്പ്ലെയിനബിൾ. ഈ സംഭവത്തിന് ശേഷം മഴക്കാലത്ത് സ്കൂൾ പൂർണ്ണമായി അടക്കുന്ന നിയമം വന്നു. പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല. 1940-ൽ ഒരു കെയർടേക്കർ രാത്രിയിൽ കെട്ടിടത്തിൽ താമസിക്കുമ്പോൾ പോലീസിനെ വിളിച്ചു. അദ്ദേഹത്തിന്റെ മൊഴി ഇങ്ങനെയായിരുന്നു: കോറിഡോറിലൂടെ ഓടുന്ന കുട്ടികളുടെ ശബ്ദം, ചിരി, വാതിൽ തുറന്നപ്പോൾ തലയില്ലാത്ത ശരീരങ്ങൾ. അദ്ദേഹത്തെ പിന്നെ മാനസിക ആരോഗ്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. റിപ്പോർട്ടിൽ എഴുതി, സിവിയർ ട്രോമ ഡ്യൂ ടു അൺനോൺ കോസസ്. ഇന്ത്യയിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വഴി ഡൗഹിൽ റോഡ്. കാടിനുള്ളിലൂടെ പോകുന്ന വളഞ്ഞ വഴിയാണിത്. 1960 മുതൽ ഇവിടെ നടന്ന അപകടങ്ങൾ വ്യത്യസ്തമായിരുന്നു. പല ഡ്രൈവർമാരും ഇപ്പോഴും പറയുന്നു, പിന്നിലെ സീറ്റിൽ ആരോ ഇരിക്കുന്നത് പോലെ കാണും. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു കുട്ടി, അടുത്ത നിമിഷം അദൃശ്യം. പല അപകടങ്ങളിലും ബ്രേക്ക് ഫെയിലായിട്ടില്ല, ഡ്രൈവർ മദ്യപിച്ചിരുന്നില്ല, എന്നിട്ടും വണ്ടി കാടിലേക്ക് പോയി. 1970-കളിൽ പശ്ചിമ ബംഗാൾ CID ഡൗഹിൽ അന്വേഷണം നടത്തി. അവരുടെ റിപ്പോർട്ടിൽ ഒരു വാചകമുണ്ട്: ദ ഏരിയ ഷോസ് അബ്നോർമൽ സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഓൺ ഹ്യൂമൻസ്. ഇത് പാരാനോർമൽ എന്ന് വാക്കുകൾ പറഞ്ഞില്ല, പക്ഷെ അവരത് നിഷേധിച്ചതുമില്ല. CID ഫയലുകൾ ഇന്നും പൊതുജനങ്ങൾക്ക് പൂർണ്ണമായി ലഭ്യമല്ല. കുർസിയോങ്ങിലെ നാട്ടുകാർ ഡൗഹിലിലേക്ക് രാത്രിയിൽ പോകില്ല. അവർ പറയുന്നത്, കുട്ടികളുടെ ആത്മാക്കൾ ഇന്നും അവിടെ കളിക്കുന്നു. ചിലർ പറയുന്നു, അവരെ കൊന്നത് മനുഷ്യരല്ല. ഡൗഹിൽ ഇന്നും അവിടെയുണ്ട്. സ്കൂൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നു. പകൽ സമയത്ത് ചിരിയും കളിയും. പക്ഷെ രാത്രി കാട് ശ്വാസമെടുക്കുന്നു. ഇത് കഥയല്ല, ഇത് രേഖപ്പെടുത്തിയ ചരിത്രമാണ്. നിങ്ങൾ വിശ്വസിക്കും. ഡൗഹിലിലേക്ക് പോയവർ ഒരുപോലെ പറയുന്നു, അവിടെ നമ്മൾ ഒറ്റക്കല്ല. ഇത് ഇന്ത്യ അൺടോൾഡ്. ഇന്ത്യയിലെ ചില ഭയങ്ങൾ ഫയലുകളിൽ പോലും ഉറങ്ങുന്നില്ല.